11-ാം വയസ്സിൽ എല്ലാമെല്ലാമായിരുന്ന പിതാവിൻ്റെ മരണം. പിന്നീട് ബാല്യവും കൗമാരവും അനാഥാലയത്തിൽ. കല്ലുവെട്ടായിരുന്നു ആദ്യത്തെ പണി. പിന്നെ മാവൂർ ഗോളിയോർ കമ്പനിയിൽ കരാർ വ്യവസ്ഥയിൽ കൂലിവേല. തുടർന്ന് പ്യൂൺ, ഗുമസ്തൻ, അധ്യാപകൻ, അങ്ങനെ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പല പല ജോലികൾ. ഇപ്പോൾ നാഗാലാൻഡിലെ കിഫിർ ജില്ലയുടെ കലക്ടർ. സംഭവബഹുലമാണ് മുഹമ്മദ് അലി ഷിഹാബ് എന്ന IAS കാരൻ്റെ ജീവിതകഥ. സാഹചര്യങ്ങളെല്ലാം ഒത്തുവന്നിട്ട് വിജയത്തിലേക്ക് കുതിക്കാൻ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇനിയും കാത്തിരിക്കുന്നവർക്കായൊരു മുന്നറിയിപ്പും. ഏത് പ്രതികൂല സാഹചര്യത്തിലും നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രം ഓടിത്തുടങ്ങുന്നവരുടെ കൂടെയാണ് വിജയമെന്ന മെസ്സേജുമാണ് മുഹമ്മദ് അലി ഷിഹാബ് എന്ന ഈ IAS കാരൻ നമുക്ക് നൽകുന്നത്. അംഗനവാടിയിൽ നിന്നും ഇറങ്ങിയോടിയ ലോകത്ത് സ്വന്തം ഇഷ്ടത്തിന് മാത്രം ജീവിക്കാൻ കൊതിച്ച പയ്യനായിരുന്നു ഷിഹാബ്. സ്കൂളിലേക്ക് എന്ന ചെറിയൊരു സൂചന പോലും നൽകാതെ കടയിലേക്കെന്ന് പോവുകയാണെന്ന് പറഞ്ഞാണ് 6-ാം ക്ലാസ്സിൽ പ്രാഥമിക വിദ്യാലയത്തിൽ വീട്ടുകാർ ഷിഹാബിനെ എത്തിച്ചത്. പഠനകാലങ്ങളിലൊക്കെ ഒരു ആവറേജ് വിദ്യാർത്ഥിയായിരുന്നു ഈ IAS കാരൻ. ഷിഹാബിനെ ഒന്ന് സ്കൂളിലെത്തിക്കാൻ തല്ലിയും തലോടിയും വീട്ടുകാർ പെടാപാടുപെട്ടു. എങ്ങനെയും ഉന്തിത്തള്ളി 10-ാം ക്ലാസ് വരെ എത്തിക്കണം, അത്രയേ വീട്ടുകാർ കരുതിയുള്ളൂ. പിതാവിൻ്റെ പീടികയിൽ പിതാവിനൊപ്പം സമയം ചിലവിടാനായിരുന്നു ബാല്യത്തിൽ ഷിഹാബിനിഷ്ടം. പെട്ടെന്നായിരുന്നു പിതാവിൻ്റെ മരണം. അതോടെ അമ്മയും 5 മക്കളും ഒറ്റക്കായി. വരുമാനമാർഗങ്ങളില്ലാത്ത ആ ഉമ്മയുടെ മുന്നിൽ അന്നുണ്ടായിരുന്ന ഏകമാർഗം മക്കളെ അനാഥാലയത്തിലാക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ പിതാവിൻ്റെ വേർപാടിനൊപ്പം മറ്റൊരു വേദന കൂടി കുഞ്ഞു ഷിഹാബിനെ തേടിയെത്തി. സ്വന്തം നാട്ടിലും വീട്ടിലും ഉറച്ചു തുടങ്ങിയ വേരറുത്ത് അനാഥാലയത്തിലേക്കുള്ള ഒരു പറിച്ചുനടൽ. 11 വയസ്സ് മുതൽ 21 വയസ്സ് വരെ പിന്നെയുള്ള ജീവിതം അനാഥാലയത്തിൽ. അനാഥാലയത്തിൽ നിന്നും പുറത്തു പോകാനുള്ള ഒരു സാധ്യത എന്തെങ്കിലും മത്സരങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ അനാഥാലയങ്ങളിൽ നിന്നും പുറത്തു പോകാനായി പൊതുവിജ്ഞാന ക്വിസുകൾക്കായി ഷിഹാബ് പരിശ്രമിക്കാൻ തുടങ്ങി. അനാഥാലയത്തിൽ നിന്നും 10-ാം ക്ലാസ്സിന് ശേഷം തിരിച്ചെത്തി കുറച്ചുകാലം വീടിനടുത്തുള്ള കല്ലുവെട്ടുന്ന പണിക്കുപോയി. സ്വന്തമായി വരുമാനം കണ്ടെത്താനായി ചെറിയ ചെറിയ കൂലിപ്പണികൾ ഒക്കെയായി കുറച്ചു നാളുകൾ. തുടർന്ന് അനാഥാലയത്തിൻ്റെ തന്നെ കീഴിൽ പ്രീ ഡിഗ്രി പഠനവും TTC പഠനവും പൂർത്തിയാക്കി. ഇത്രയുമാണ് ഷിഹാബിൻ്റെ ഔദ്യോഗിക വിദ്യാഭ്യാസം. ശേഷമാണ് മുഹമ്മദ് അലി ഷിഹാബിന് IAS എന്ന സ്വപ്നം മനസ്സിലേക്ക് ഉദിക്കുന്നത്. പിന്നീടുള്ള വർഷങ്ങൾ അതിനായുള്ള കഷ്ടപ്പാടുകളായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ ആ സമയത്തും സുഹൃത്തുക്കളുടെയും മറ്റും സഹായം മൂലം IAS എന്ന പഠനം ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോയി. ആദ്യ ചാൻസിൽ തന്നെ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമായി. IAS മുഹമ്മദ് അലി ഷിഹാബായി മാറി. പിന്നീട് ഓർഫനേജിൻ്റെ പടികളിൽ നിന്നും ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഈ വിജയഗാഥ നമുക്ക് നൽകുന്ന ധാരാളം പാഠങ്ങളുണ്ട്. നാം ഏത് സാഹചര്യത്തിൽ നിൽക്കുന്ന ആളാണെങ്കിലും ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളുടെ ലക്ഷ്യത്തിനായി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് നേടിയെടുക്കാം എന്ന ഒരു പാഠം നമുക്ക് നൽകുന്നു. അതുപോലെ തന്നെ നാം ഒരു ആഗ്രഹം ശക്തമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ലോകം മുഴുവൻ നമുക്കായിട്ട് പ്രവർത്തിക്കുമെന്ന പൗലോ കൊയ്ലോയുടെ വാക്കുകളുടെ പൂവണിയിക്കലും വാർത്തകൾ യാഥാർത്ഥ്യമാക്കലുമായിരുന്നു ഇവിടെ മുഹമ്മദ് അലി ഷിഹാബ് ചെയ്തത്. അദ്ദേഹം പറയുന്നുണ്ട്, അനാഥാലയം എന്നെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്. നമുക്ക് കിട്ടാത്തതിനെക്കുറിച്ച് ചിന്തിക്കാതെ കിട്ടിയതിൽ നിന്നും ജീവിതത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യുക. നിങ്ങളും ജീവിതത്തിൻ്റെ വ്യത്യസ്ത ലക്ഷ്യങ്ങൾ മനസ്സിൽ കാണുന്ന ആളുകളും നാം ഏത് സാഹചര്യത്തിലാണെങ്കിലും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മുടെ ഉള്ള സാഹചര്യം അതിന് അനുകൂലമാക്കി മാറ്റിക്കൊണ്ട് ഇന്നു മുതൽ തന്നെ കഷ്ടപ്പെടാൻ തയ്യാറാവുക. നമുക്കും അവിടെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.